ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ്, വളരെ കുറച്ച് സമയം മാത്രമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ഐറ്റം. ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് പിക്ചർ പ്ലാന്റ് എന്ന് പറയും. നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പിക്ചർ പ്ലാന്റിനെ പറ്റി. അപ്പോൾ എന്താണ് പിക്ചർ പ്ലാന്റ്, പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്താണ്, ഇതിൻ്റെ കെയറിങ് എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് കേട്ടോ. പിക്ചർ പ്ലാന്റ്, അതിൻ്റെ പിക്ചർ എന്ന് പറയുന്ന ഇതാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ലീവ്സും, പുതിയ ഓരോ ലീവ്സും ഈ പിക്ചറോട് കൂടിയിട്ടായിരിക്കും വരിക. ഇതെങ്ങനെ കണ്ടോ, പുതിയ പിക്ചർ വരുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലീവ്സ് വളരുന്നതനുസരിച്ച് ഈ പിക്ചറും വലുതായി ഇതുപോലെ ആവുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ നിൽക്കും കേട്ടോ. ഈ പിക്ചറൊക്കെ ഒത്തിരി നാൾ നിന്നതിന് ശേഷമാണ് ഇത് ഉണങ്ങിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഉണങ്ങി പോകുമ്പോഴത്തേക്കും പുതിയ പുതിയ ലീവ്സുകൾ വന്നു തുടങ്ങും. ആ പുതിയ ലീവ്സിൽ നിന്ന് പുതിയ പിക്ചറുകളെല്ലാം വന്നു തുടങ്ങും. ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടായിട്ടാണ് കേട്ടോ. നല്ല നന വേണ്ടുന്ന ഒരു പ്ലാന്റാണ് പിക്ചർ പ്ലാന്റ്. നന്നായിട്ട് നനച്ചിടേണ്ട ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന്. അപ്പോൾ ഇതിന് വളത്തിൻ്റെ ആവശ്യമില്ല, അതായത് മണ്ണിൻ്റെ ആവശ്യമില്ല, വളത്തിൻ്റെ ആവശ്യമില്ല. ഇതിനാകെ വേണ്ടുന്നത് കൊക്കോപിറ്റും പെർലൈറ്റും ഉപയോഗിച്ചാണ് ഇത് റീപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ചകിരിച്ചോറും പെർലൈറ്റും ഉപയോഗിച്ച് മാത്രമാണ് ഇത് റീപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, നല്ല നന വേണ്ടുന്ന പ്ലാന്റാണ്. ഇത് നനയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിപ്പോവും. ഈ പിക്ചറെല്ലാം കരിഞ്ഞു പോകും. അതുപോലെ പ്ലാന്റും ഉണങ്ങിപ്പോകും. ഇപ്പം നമുക്ക് വീട്ടിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയത്തേക്ക് എടുത്തിടാം കേട്ടോ. മഴയത്തേക്ക് എടുത്തിടാവുന്ന ഒരു പ്ലാന്റാണ്. നന്നായിട്ട് നന വേണ്ടുന്ന പ്ലാന്റാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇനി ഈ പിക്ചർ പ്ലാന്റ് എങ്ങനെയാണ് ഇരപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു ദഹന രസമാണ്. ഈ പിക്ചറിനകത്ത് ഒരു ചെറിയ രീതിയിലുള്ളൊരു ദഹന രസമാണുള്ളത്. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്മെല്ല് പ്രാണികളും കൊതുകുകളൊക്കെ ഈ ഒരു സ്മെല്ലിലേക്ക് നിങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് വരുന്ന പ്രാണികൾ, ഈ ഒരു സ്മെല്ല് വന്നിട്ട് ഇതിനകത്തേക്ക് വരുന്ന പ്രാണികൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. കാരണം ആ ഒരു ദഹന രസം ഇതുങ്ങൾ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ അകപ്പെട്ടു പോകുന്ന പ്രാണികൾക്ക് പിന്നീട് ഇതിലേക്ക് നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കിടന്ന് ചത്തുപോകുന്ന പ്രാണികളാണ് ഇതിൻ്റെ വളം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. പക്ഷെ നമുക്കിതൊന്നും ആർക്കും നേരിട്ട് കാണാനൊന്നും പറ്റിയില്ല. പിന്നീടൊക്കെയാണ്, ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു, നന ഒരുപാട് വേണ്ടുന്ന പ്ലാന്റാണ്. ഇതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് വളം ഒട്ടും വേണ്ടാത്ത പ്ലാന്റാണ്. പെർലൈറ്റും കൊക്കോപിറ്റും മാത്രം ഇട്ടാണ് ഇത് നടേണ്ടത്. പിക്ചർ പ്ലാന്റിന് വളം കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിക്ചർ പ്ലാന്റിന് വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചറുകൾ ഉണ്ടാകില്ല. പ്ലാന്റ് നന്നായിട്ട് വളർന്നു ഇങ്ങനെ പ്ലെയിൻ ലീഫായിട്ട് നിൽക്കും, പക്ഷേ ഈ പിക്ചർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിക്ചർ പ്ലാന്റ് എവിടെയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിക്ചർ പ്ലാന്റ് നമുക്ക് സെമി ഷെയ്ഡായിട്ട് നമുക്ക് തൂക്കിയിടാം. അതുപോലെ നന്നായിട്ട് നനച്ചിടാം. അപ്പോൾ ഈ ഒരു പിക്ചർ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 350 ആണ് കേട്ടോ. ഇതാണ് പിക്ചർ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത്. സിംഗിൾ ഷൂട്ടാണെങ്കിൽ പോലും 3-4 പിക്ചറുകൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ ഷൂട്ടാണെങ്കിലും വിത്ത് പോട്ടായിട്ടായിരിക്കും വരിക. ഇനിയിപ്പം ബുഷി പോട്ടിൻ്റെ സൈസ് ഒന്നുകൂടി കാണിച്ചു തരാം. ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 700 ആണ് കേട്ടോ. അതും വിത്ത് പോട്ടായിട്ട് തന്നെയായിരിക്കും വരിക. സേഫായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഥവാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.